അല്ല, ഞാൻ തൃണമൂൽ കോൺഗ്രസിന്റെ അഭിപ്രായമാണ് പറയുന്നത്. തൃണമൂലിന്റെ സ്ഥാനാർത്ഥിയായി തന്നെ അൻവറിന് മത്സരിച്ചുകൂടെ എന്നുള്ളതാണ് ചോദ്യം. അല്ല, അതിന്റെ മുമ്പ് ഞാൻ എന്റെ കാര്യങ്ങളൊന്ന് പറയട്ടെ. പറയാം, തുടരാം. ഹലോ, തുടരാം, പറയാം. അപ്പൊ ഈ തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കുന്ന വിഷയത്തിനേക്കാൾ മുമ്പ് ഇപ്പോ തെരഞ്ഞെടുപ്പ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല ഇലക്ഷൻ കമ്മീഷൻ. അതെ. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് മെയ് 5 മുമ്പ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക പുതുക്കി പ്രസിദ്ധീകരിക്കാനുള്ള ഒരു ഉത്തരവ് മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് ഡേറ്റ് പ്രഖ്യാപിക്കേണ്ടതിന് മുമ്പ് ഇനി ആകെ 11 മാസമാണ് പൊതു നിയമസഭാ തെരഞ്ഞെടുപ്പിന് അവശേഷിക്കുന്നുള്ളൂ. ഇത് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാതെ സ്ഥാനാർത്ഥി നിർണയവുമായിട്ട് ഓടുന്നത് തന്നെ ഒരു അപഹാസ്യമാണ്. പിന്നെ തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDF-നെയോ LDF-നെയോ പിന്തുണയ്ക്കാൻ പാർട്ടി കമ്മിറ്റി തീരുമാനിച്ചിട്ടില്ല. PV അൻവർ UDF-ന് ഒരു ദിവസം നിരുപാധിക പിന്തുണ എന്ന് പറയും, പിറ്റേന്ന് ഉപാധികളോടെ പിന്തുണ പറയും. ഈ അങ്ങനെ പറയുന്ന കാര്യത്തിൽ തൃണമൂൽ കോൺഗ്രസിന് ഒരു ഉത്തരവാദിത്വം ഇല്ല. അപ്പൊ PV അൻവറിനെ തൃണമൂൽ കോൺഗ്രസ് തള്ളി പറയുകയാണോ? ഇല്ല, തൃണമൂൽ കോൺഗ്രസ് ഇവിടെ നേരത്തെ മുതൽ പ്രവർത്തിച്ചു വരുന്ന ഒരു പാർട്ടിയാണ്. അതിന് CG ഉണ്ണി സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ട്. ഈ കമ്മിറ്റി നിലനിൽക്കെയാണ് ഇതിന്റെ കുറെ കാലങ്ങളായിട്ട് ദേശീയ നേതൃത്വം അതിന് ഇവിടെ പെർമിഷൻ ഇല്ലാത്തൊരു നിലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് PV അൻവറിനെ ഈ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകരെ കോർഡിനേറ്റ് ചെയ്ത് സംഘടിപ്പിക്കാൻ വേണ്ടി കേന്ദ്ര നേതൃത്വം ഏൽപ്പിച്ചതാണ്. UDF-മായി തൃണമൂൽ കോൺഗ്രസിനെ ചർച്ച ചെയ്യുന്ന കാര്യമൊന്നും കേന്ദ്ര നേതൃത്വം ഏൽപ്പിച്ചിട്ടില്ല അദ്ദേഹത്തെ. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് നിലവിൽ പരാതി നൽകിയിട്ടുള്ളതാണ്. അപ്പൊ ഇതിപ്പോ ഈ തെരഞ്ഞെടുപ്പ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസിന്റെ നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അടിച്ചേൽപ്പിച്ച് തെരഞ്ഞെടുപ്പ് ജനദ്രോഹമാണ് നടക്കുന്നത്. ഈ രാജിവെക്കുന്നത് എന്ത് കാരണത്തിന്റെ പേരിലാ? ഇതൊരു ജനകീയ പ്രശ്നത്തിന്റെ പേരിൽ രാജിവെച്ചതല്ല. ഇത് അദ്ദേഹത്തിന്റെ വ്യക്തി താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി രാജിവെച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഇതിനു വേണ്ടി വരുന്ന ചെലവാര് വഹിക്കും? പൊതുജനം. ഇവിടെ രാജ്യത്ത് സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ചെയ്യണവർക്ക് ശമ്പളം കൊടുക്കാൻ സർക്കാരിന്റെ കയ്യിൽ കാശില്ല. ഇവിടെ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റിന്റെ ചുറ്റുമതിൽ വികസിപ്പിക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം സമരക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കാൻ ചുറ്റും ആശാ വർക്കർമാരും അതുപോലെ പോലീസ് ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി വന്ന ആളുകൾ എല്ലാവരും ഒരു എന്തൊക്കെ സമരം നടക്കണേന്നുള്ളത് അവിടെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതിനിടയ്ക്ക് ആ സാമ്പത്തിക പ്രതിസന്ധി മറുവശത്ത് ദൂർത്ത് ഇപ്പൊ അടുത്ത മാമാങ്കം 4ാം വാർഷികത്തിന്റെ മാമാങ്കം ഒരു വശത്ത് നടക്കുന്നത്. ഇത്തരം ദൂർത്ത് ഒരു വശത്ത് ആളുകൾക്ക് പണമില്ലാത്ത പ്രശ്നങ്ങൾ, വേറെ ജീവിക്കാൻ പറ്റാത്ത സാമ്പത്തിക സാഹചര്യം, ഇതിനിടയിൽ ഇത്തരം ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടാക്കി ജനങ്ങളുടെ പണം കൊള്ളയടിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പുകൾ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്നത് അത്തരം ഇത് കുറെ ആളുകൾ പാർട്ടിയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി രാജിവെക്കും, കുറച്ച് ആളുകൾ വ്യക്തി താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി രാജിവെക്കും. ഇത്തരം ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടാക്കി ജനങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കുന്ന ഈ നടപടികൾക്കെതിരെ ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണം നടത്തണമെന്നുള്ളതാണ് തൃണമൂൽ കോൺഗ്രസിന്റെ അഭിപ്രായം. അതായത് നിങ്ങളുടെ നേതാവിനെതിരെ തന്നെ നടപടി സ്വീകരിക്കണമെന്നാണോ പറയുന്നത്? അങ്ങനെ നേതാവായിട്ട് അംഗീകരിച്ചിട്ടില്ലല്ലോ. ഞങ്ങൾ തുടക്കം മുതലേ ഇവിടെ ഒരുപാട് ചാനലുകളിൽ ഞങ്ങൾ പത്രസമ്മേളനം നടത്തി. എറണാകുളത്ത് ഇതൊക്കെ തുടക്കം മുതലേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ. ശരി. ഇത് ഒരു ഏകാധിപത്യ നിലപാട്. അദ്ദേഹത്തിന്റെ താല്പര്യം സംരക്ഷിക്കാനാണ് അദ്ദേഹം ഇതിനുവേണ്ടി വന്നിട്ടുള്ളത്. അല്ലാതെ തൃണമൂൽ കോൺഗ്രസിന്റെ ആശയം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ഇവിടെ ഓടി വന്നിട്ട് നേരെ UDF-ആയിട്ട് ചർച്ച. ഇത് ആര് തീരുമാനം എടുത്തു? ഇത് അദ്ദേഹത്തിന്റെ ഒരു ഏകാധിപത്യ തീരുമാനമാണ്. ശരി.